ലോഗോസ് 2026 യോഹന്നാൻ സുവിശേഷം. ആരാണ് വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിച്ചത്? അവൻ്റെ ശിഷ്യന്മാർ. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണമെന്ത്? അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ഫരിസേയരിൽ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണി ആരാണ്? നിക്കോദേമോസ്. നിക്കോദേമോസ് യേശുവിനെ എന്താണ് അഭിസംബോധന ചെയ്തത്? ഉത്തരം: റബ്ബി. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന എന്ത് പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നാണ് നിക്കോദേമോസ് യേശുവിനോട് പറഞ്ഞത്. ഉത്തരം: അടയാളങ്ങൾ. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് എന്താണ് കാണാൻ കഴിയാത്തത്? ഉത്തരം: ദൈവരാജ്യം. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് മൂലം എന്താണ്? ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് ആരാണ് യേശുവിനോട് ചോദിച്ചത്? ഉത്തരം: നിക്കോദേമോസ്. യേശു ആരോടാണ് നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്ന് ചോദിച്ചത്? ഉത്തരം: നിക്കോദേമോസ്. യേശു എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്? ഉത്തരം: അറിയുന്നവയെപ്പറ്റി. യേശു എന്തിനെപ്പറ്റിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഉത്തരം: കണ്ടവയെപ്പറ്റി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആരാണ് സ്വർഗത്തിൽ കയറിയിട്ടുള്ളത്? ഉത്തരം: മനുഷ്യപുത്രൻ. മോശ എവിടെയാണ് സർപ്പത്തെ ഉയർത്തിയത്? ഉത്തരം: മരുഭൂമിയിൽ. ആരാണ് പ്രകാശത്തെ വെറുക്കുന്നത്? ഉത്തരം: തിന്മ പ്രവർത്തിക്കുന്നവൻ. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്? ഉത്തരം: സത്യം പ്രവർത്തിക്കുന്നവൻ. സത്യം പ്രവർത്തിക്കുന്നവൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് വെളിപ്പെടുന്നു? ഉത്തരം: ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന്. യേശു എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? ഉത്തരം: യൂദയാദേശത്ത്. യേശുവും ശിഷ്യന്മാരും എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം: യൂദയാദേശത്ത്. യേശുവും യോഹന്നാനും സ്നാനം നൽകിയിരുന്ന സ്ഥലം? ഉത്തരം: സാലിമിന് അടുത്തുള്ള ഏനോനിൽ. ശുദ്ധീകരണത്തെപ്പറ്റി തർക്കം ഉണ്ടായത് ആര് തമ്മിൽ? ഉത്തരം: അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും. ആരാണ് മണവാളൻ്റെ അടുത്തുനിന്ന് അവൻ്റെ സ്വരം ശ്രവിക്കുന്നതിൽ സന്തോഷിക്കുന്നത്? ഉത്തരം: സ്നേഹിതൻ.